നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ കല്യാണം നടക്കാതിരിക്കേണ്ടത് എന്നേക്കാൾ ആവശ്യം നിനക്കാ സത്യേ. ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാ, എന്റെ ചേച്ചിയമ്മയ്ക്ക്. എന്നാ ഇനി എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുക? അങ്ങനെയൊന്നും ഇപ്പൊ അമ്മ ആലോചിച്ച് കൂട്ടണ്ട. ശാരികേച്ചി സമാധാനമായിട്ട് ജീവിക്കുകയാണെന്ന് അമ്മ പറഞ്ഞില്ലേ? അതെത്രമാത്രം കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും കഴിഞ്ഞിട്ടാണെന്ന് നമ്മ ആലോചിച്ച് നോക്ക്. ഞങ്ങളും ഇപ്പൊ ആ പരീക്ഷണ ഘട്ടങ്ങളില്ല. നാളെ നമുക്കും ഉണ്ടാവും അതേ സുരക്ഷിതത്വവും സന്തോഷവും എല്ലാം. അല്ലേടി? അതെ കുഞ്ഞേച്ചി, അതാ ഞാനും ആഗ്രഹിക്കുന്നത്. ശരി, ആയിക്കോട്ടെ. ആഗ്രഹിച്ചാ നടക്കൂന്നല്ലേ പറച്ചില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മേല് എന്റെ പ്രാർത്ഥന എപ്പോഴും കാണും. അത് മതി ദൈവങ്ങൾ കനിഞ്ഞ് അനുഗ്രഹിക്കാൻ. രണ്ടാളും കുറച്ചു നേരം കിടന്നുറങ്ങിക്കും. അച്ഛൻ പപ്പിമോളെയും കൊണ്ട് തിരിച്ചു വരുമ്പോ ഞാൻ നിങ്ങളെ വിളിക്കാം. എന്ത് പറ്റി പപ്പി, ഉറക്കം വരുന്നില്ലേ? കണ്ണടയ്ക്കുമ്പോ അമ്മയുടെ കരയുന്ന മുഖം സത്യ കാണുന്നത്. എന്നെ കാണാത്തോണ്ട് അമ്മ ഒരുപാട് സങ്കടപ്പെടും. ഇപ്പൊ ഇങ്ങനെ വരേണ്ടിയില്ലായിരുന്നു തോന്നുന്നുണ്ടോ? വന്നില്ലെങ്കി വിഷ്ണുച്ചന്റെയും കാർത്തികാന്റിയുടെയും കല്യാണം നടക്കില്ലേ? പിന്നെ വിഷ്ണുച്ചന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടുത്തെ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ ഇങ്ങനെയൊക്കെ കുറെ കഷ്ടപ്പാടുകൾ ഉണ്ടാവും പപ്പി. അത് കാര്യാക്കണ്ട. സത്യാമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തിയാ മതി. പാവം എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാ മതിയെന്നാ. പക്ഷെ സത്യാമ്മയുടെ എതിർത്തൊന്നും ബിഗ് ഫ്രണ്ടിന് പറയാൻ പറ്റില്ലല്ലോ പപ്പി. എന്റെ ബിഗ് ഫ്രണ്ടിന്റെ കാര്യമായതുകൊണ്ടാ ഇക്കാര്യത്തിൽ പപ്പിയെ സഹായിക്കാൻ ഞാനും കൂടിയത്. നാളെ ഇത് എല്ലാരും അറിയുമല്ലേ? അതറിയും. ചിലപ്പോ വലിയൊരു ബഹളമൊക്കെ ഉണ്ടാവും. അതും ഉണ്ടാവും. എന്നാലും കല്യാണം മുടങ്ങുമല്ലോ, നമുക്കത് മതി. ഇങ്ങനെ വന്നതുകൊണ്ട് വേറൊരു ഗുണം ഉണ്ടായി. നമുക്കൊന്നിച്ച് ഒരു മുറിയിൽ കിടക്കാൻ പറ്റിയല്ലോ. ഈ കല്യാണം നടക്കാതിരിക്കേണ്ടത് എന്നേക്കാൾ ആവശ്യം നിനക്കാ സത്യേ. ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാ, എന്റെ ചേച്ചിയമ്മയ്ക്ക്. സത്യം ഉറങ്ങിയോ? എന്നാ ഞാനും ഉറങ്ങുക. സത്യമോളെ, സത്യമോളെ എഴുന്നേക്ക്, ദേ അമ്മ തിരക്കുന്നു. ഡി സത്യേ, ഡി ഇപ്പൊ തുറക്കാ ശാരദ അമ്മേ. ഓ പപ്പി എണീക്ക്, പപ്പി പപ്പി എണീക്ക്, പപ്പി എഴുന്നേക്ക്. സത്യേ, ഇപ്പൊ തുറക്കാ ശാരദ അമ്മേ. ചായക്കൊക്കെ സമയമുണ്ട്, ഇപ്പൊ എഴുന്നേക്ക്. എടി നീ ഇത് എന്തെടുക്കുക? പിന്നെയും കിടന്ന് ഉറങ്ങിയോ? ആ ഇപ്പൊ തുറക്കാ ശാരദ അമ്മേ.
എടി വാതില് തുറക്കും മോളെ. അയ്യോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യാം. നീ വന്നേ, വാ എഴുന്നേക്ക്. ദേ, ഇവിടെ ഇരുന്നോളനെ. അനങ്ങോ ശബ്ദം ഉണ്ടാക്കോ ചെയ്യരുത്. ആ സത്യേ, എടി വാതില് തുറക്കും മോളെ. ഇപ്പൊ തുറക്കാ ശാരദാമ്മേ. ദേ, ഇങ്ങനെയാണെങ്കി അമ്മ ഇനി മുറിയിൽ ഒറ്റയ്ക്ക് കിടത്തില്ല കേട്ടല്ലോ. എടി വാതിൽ തുറക്കു കുഞ്ഞെ. ഇപ്പൊ തുറക്കാ ശാരദാമ്മേ, ബഹളം വെക്കാണ്ടിരി. ഓ പപ്പി, ഞാൻ തുറക്കാൻ പോവാണേ, അനങ്ങാതിരുന്നോണം കേട്ടോ. ഓക്കെ. ഹാ, സത്യമോളെ. എടി തുറക്കടി സത്യേ. ദാ വരുന്നു. ദാ ഇതും കൂടി പിടിച്ചോ. ഓ തള്ളി മറിച്ച് ഇടലടി. എത്ര നേരമായി മോളെ കിടന്ന് വിളിക്കുന്നേ? എന്തൊരു ഉറക്കം ഇത്? ഹോംവർക്ക് ഉണ്ടായിരുന്നു ശാരദാമ്മേ. ആ, ഉറക്കം നേരെ കിട്ടിയിട്ടില്ല. കണ്ണും മുഖമൊക്കെ വാടിയിരിക്കുന്നു. അല്ല, ഇന്നലെ രാത്രി മോൾ എന്തിനാ കരഞ്ഞേ? കുട്ടികളായ കരഞ്ഞെന്നൊക്കെ ഇരിക്കും. ഓ, ശാരദാമ്മ എന്താ പോലീസാണ് ഇങ്ങനെയൊക്കെ ഓ ചോദിക്കും? അയ്യോ, ഒന്നും അല്ലേ. മാറ്. ശാരദാമ്മ നിക്ക്. എന്താ? ഇതിന്റെ അകത്തേക്ക് ആയിരുന്നേ. ആ, എടി ഷീറ്റൊക്കെ എടുക്കണ്ടേ? അതൊക്കെ പിന്നെ. എനിക്കിപ്പൊ കാപ്പി വേണം, വല്ലാത്ത ദാഹം. അമ്മ അടുക്കളയിലുണ്ട്, മോൾ അങ്ങോട്ട് ചെല്ല്. എടി, എനിക്ക് അമ്മ എടുത്ത് തരണ്ട, എനിക്ക് എന്റെ ശാരദാമ്മ എടുത്ത് തന്നാ മതി. നടക്ക് ശാരദാമ്മേ, ആ മോളെ. നടക്ക്, വാ. ഓ, ഈ കുഞ്ഞിന്റെ ഒരു കാര്യം. എന്നാ വാ. ഉം. സത്യേ, ദാ വരുന്നു. എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് അറിയിക്കട്ടോ. എന്തായി ബ്രോ? അവിടെ ഇല്ലെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എവിടെ നമ്മൾ തിരക്കുന്നേ? നീ സമാധാനപ്പെട്, നമുക്ക് കണ്ടുപിടിക്കാം. എടാ, നീ അവിടെ ഒന്ന് ചോദിച്ചു നോക്കി. ചോദിച്ചു നോക്കി. ചേട്ടാ, ഈ ഫോട്ടോയിൽ കാണുന്ന കൊച്ചിനെ ഇവിടെ എങ്ങാനും കണ്ടായിരുന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.